ഹലോ, എല്ലാവർക്കും ഹൗ ടു സെലക്ട് സ്റ്റോക്ക് എന്ന നമ്മുടെ ഈ വീഡിയോ സീരീസിൻ്റെ 4ാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാനല്ല, ഞാൻ ഓരോ വീഡിയോയിലും ഈ കാര്യം എടുത്തു പറഞ്ഞതാണ്. അതായത് ഒരു വീഡിയോയിൽ പറയുന്ന ഒരു ഫാക്ടർ മാത്രം നോക്കി സ്റ്റോക്ക് സെലക്ട് ചെയ്യരുത്. അതായത് ROE മാത്രം നോക്കിയിട്ട് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ മാത്രം നോക്കിയിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് EPS ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അത് മാത്രം നോക്കിയിട്ട് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യരുത്. ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പാർട്ടായിട്ട് ഇടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാത്തതിന് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പം ഇപ്രാവശ്യം വീഡിയോ ഡിലേ ചെയ്ത് എനിക്ക് കഴിഞ്ഞ 2 ആഴ്ച സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ആഴ്ചയിൽ ഒരു വീഡിയോ എന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്കറിയുന്നതിലുപരി വേറെ എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഞാനും പഠിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പം എൻ്റെ ഒരു 10 മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് വീഡിയോ എന്ന് പറയുന്നത് അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം കുറേ അധികമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഡിലേ കാണുന്നത്. പിന്നെ തെറ്റ് വരാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ റിവ്യൂ ഒക്കെ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടൈം കൊണ്ടാണ് വീഡിയോ മെല്ലെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വാക്ക് കേട്ട് പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കളയുന്നു എന്നൊക്കെ, അതുകൊണ്ട് ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിങ്ങനെയല്ല വന്നത്, വളരെ റൂഡായിട്ടുള്ളൊരു മെസ്സേജിലാണ് വന്നത്, നിങ്ങളിതിനെപ്പറ്റി സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനതൊരിക്കലും വിശ്വസിക്കുന്നില്ല. ഒരാളുടെ വാക്ക് മാത്രം കേട്ട് നമ്മൾ പൈസ കൊണ്ടുപോയി കളയരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു റിസർച്ചും കൂടി ഉണ്ടാവണം. ഈ ചാനൽ തുടങ്ങിയത് നിങ്ങളെ ആരും വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ബേസിക് ഇൻഫർമേഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ചാനലിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഹൗ ടു സെലക്ട് സ്റ്റോക്ക് എന്ന ടോപ്പിക്കിനെ പറ്റി വീഡിയോ സീരീസ് എന്തായാലും ചെയ്യും. എല്ലാവരും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോവാണ്. ഓക്കെ, ഈ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മളൊരു ബെസ്റ്റ് ഫാക്കൽറ്റീൻ്റെ അടുത്ത് കോച്ചിങ്ങിന് പോയി. അപ്പം ബെസ്റ്റ് ഫാക്കൽറ്റീൻ്റെ അടുത്ത് കിടിലൻ കോച്ചിങ്. അപ്പോൾ ബെസ്റ്റ് ഫാക്കൽറ്റീൻ്റെ കോച്ചിങ് ഒക്കെ കഴിഞ്ഞു, എക്സാമിൻ്റെ ഡേറ്റായി. ഇയാൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് ഈ ക്ലാസ് കഴിഞ്ഞ് ഈ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്ക് നല്ലൊരു റാങ്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും കിട്ടില്ല. എത്ര വലിയ ഫാക്കൽറ്റി ആയിക്കോട്ടെ, അയാളുടെ സൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് വലിയൊരു റാങ്ക് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളും നമ്മുടെ സൈഡിൽ നിന്ന് എന്തായിക്കോട്ടെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് ഇടണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് നോട്ട് എ റോക്കറ്റ് സയൻസ്. ഒരു സബ്ജക്റ്റും റോക്കറ്റ് സയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ സബ്ജക്റ്റിനും അതിൻ്റേതായ ഈസിനെസ്സും ടഫ്നെസ്സും ഉണ്ട്, ഇല്ലേ? എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്. നമുക്ക് ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം, നമുക്ക് ആ സബ്ജക്റ്റിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സബ്ജക്റ്റും പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിപ്പോൾ റോക്കറ്റ് സയൻസ് ആയാൽ പോലും അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അതിൽ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ എക്സൽ ഉണ്ടല്ലോ. അപ്പോൾ ഒരു സബ്ജക്റ്റും നമ്മൾക്ക് പറ്റൂല എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് നിങ്ങളോട് പറയാണ് യു കനോട്ട് ഡൂ ദിസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് ആർഗ്യൂ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വാട്ട് വി ക്യാൻ ഡു ഇസ് ജസ്റ്റ് സ്മൈൽ ആൻഡ് ടെൽ യുവർ സെൽഫ് ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. ഇന്നത്തെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല, EPS ഏർണിങ്സ് പെർ ഷെയർ എന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് ദാറ്റ് ഗിവ്സ് മീ ദ റിയൽ മോട്ടിവേഷൻ ടു അപ്ലോഡ് വീഡിയോസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഏർണിങ്സ് പെർ ഷെയർ? EPS അതായത് ഏർണിങ്സ് പെർ ഷെയർ മനസ്സിലാക്കുന്നതിന് മുന്നേ കുറച്ച് കുഞ്ഞു ടേംസ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒന്നാമത്തത് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനീൻ്റെ ഷെയർ പ്രൈസിൻ്റെ ഇനീഷ്യൽ വാല്യൂ ആണ്. അതൊരിക്കലും മാറില്ല. അത് മാറുന്ന 2 കേസസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റോക്ക് കൺസോൾട്ടേഷൻ, അതായത് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 ഷെയറിനെ 20 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒറ്റ ഷെയറാക്കി മാറ്റുന്നു. അവിടെ ഫേസ് വാല്യൂ മാറും. അതേപോലെ സ്റ്റോക്ക് സ്പ്ലിറ്റ്, നേരെ ഓപ്പോസിറ്റ്, അതായത് 10 രൂപ വിലയുള്ള ഒരു ഷെയറിനെ 5 രൂപ വിലയുള്ള 2 ഷെയറാക്കി മാറ്റുന്നു. ഈ 2 കേസസിലാണ് ഫേസ് വാല്യൂ മാറുക. ആൻഡ് ഫേസ് വാല്യൂ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും, ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തല്ലാണ്ട് പിന്നെ ആരുടെ അടുത്താണ് ഷെയർസ് ഉണ്ടാവുക?
അല്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ് കേട്ടിട്ടുണ്ടോ? അതായത് ചില കമ്പനീസ് അവരുടെ എംപ്ലോയീസിന് അവരുടെ കമ്പനീൻ്റെ സ്റ്റോക്ക് കൊടുക്കും. അപ്പം ഈ എംപ്ലോയീസിന് കൊടുക്കുന്ന സമയത്ത് കമ്പനി മൊത്തത്തിൽ അങ്ങ് കൊടുക്കില്ല. ചിലപ്പോൾ 100 ഷെയർസ് കൊടുത്തിട്ട് ഒരു 4 കൊല്ലത്തേക്ക് 25 വീതം ഇങ്ങനെ വെസ്റ്റ് ആവുന്ന രീതിയിലൊക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അവരുടെ കയ്യിൽ ആ ഷെയർസ് മൊത്തത്തിൽ ഉണ്ടാവില്ല. 4 കൊല്ലം കഴിഞ്ഞാലേ ആ കംപ്ലീറ്റ് ഷെയർസ് അവരുടെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ കയ്യിലില്ലാത്ത ആ ഷെയർസ് ഒന്നും നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിൽ കൂട്ടില്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് നടന്ന ഷെയർസ് മാത്രമേ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിൽ വരുള്ളൂ. ഈ 2 കാര്യങ്ങൾ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനീൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, ഈ ഫേസ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. ഇതിൽ നിന്നാണ് നമുക്കൊരു കമ്പനീൻ്റെ ഷെയർ ക്യാപിറ്റൽ കിട്ടുക. ഈ ഷെയർ ക്യാപിറ്റൽ 2 തരത്തിലുണ്ട്. ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഒന്ന് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. നിങ്ങൾ ഇതിൻ്റെ ഡെഫിനിഷൻ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ ഇക്വേഷൻസ് ഒന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. ഐ എം ജസ്റ്റ് ടെല്ലിങ് ഫോർ യുവർ റെഫറൻസ്. ഇക്വിറ്റി ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡിനറി ഷെയർസ്, അതായത് നമ്മളുടെയൊക്കെ കയ്യിലുള്ള ഷെയർസ്, അതിനെയാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം. അതായത് പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത എല്ലാം ഇക്വിറ്റി ഷെയർസ് ആണ്. ഇനി എന്താണ് ഈ പ്രിഫറൻസ് ഷെയർസ്? ആ വാക്കിൽ തന്നെ ഉണ്ട് പ്രിഫറൻസ്, എന്തോ പ്രിഫറൻസ് ഉണ്ട് അതിന്. അതായത് ഈ പ്രിഫറൻസ് ഷെയർസിന് 2 പ്രിഫറൻസ് റൈറ്റ് ഉണ്ട്. ഒന്ന്, ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഫിക്സഡ് ഡിവിഡൻഡ് കൊടുത്തിരിക്കണം. രണ്ടാമത്തെ പ്രിഫറൻസ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനി പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ഈ കമ്പനി നിർത്തുമ്പോഴോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ഉള്ള ആ ക്യാപിറ്റൽ അത് തിരിച്ചു കൊടുക്കണം. നോർമലി ഈ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ് കുറവാണ്. അഥവാ ഇഷ്യൂ ചെയ്താലും അത് വാങ്ങുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കണം എന്നില്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവുമായിരിക്കും. അത് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. അത് ഇങ്ങനെ നമുക്ക് തോന്നിയ പോലെ ഒന്നും വാങ്ങാൻ പറ്റില്ല. ഒരു ഫിക്സഡ് എമൗണ്ട്, മിനിമം എമൗണ്ട് വെക്കും അവർ. ആ ഒരു ഇത്രയും എമൗണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് പ്രിഫറൻസ് ഷെയർസ് ഒക്കെ വാങ്ങാൻ പറ്റുള്ളൂ. ഈ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത കമ്പനീസ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ NSDLന്റെ സൈറ്റിൽ പോയി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിൽ വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഈ പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രത്യേകത. ബാക്കി പ്രിഫറൻസ് ഷെയർസ് അല്ലാത്തതൊക്കെ ഇക്വിറ്റി ഷെയർസിൽ പെടും. അതാണ് നമ്മളൊക്കെ മിക്കപ്പോഴും വാങ്ങുന്നത്. അപ്പം നമ്മൾ EPS കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനാണ് ഇത്രയും നേരം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ ഏർണിങ്സ് പെർ ഷെയർ? അതായത് ഒരു ഷെയറിന് കമ്പനീൻ്റെ ഏർണിങ്സ് മൊത്തം പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വില എത്രയാണ്, അതാണ് ഈ ഏർണിങ്സ് പെർ ഷെയർ എന്ന പാരാമീറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആ വാക്ക് തന്നെയല്ലേ ഏർണിങ്സ് പെർ ഷെയർ. ഒരു ഷെയറിന് എത്രമാത്രം ഏർണിങ്സ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഇക്വേഷൻ വരിക? മൊത്തത്തിൽ ഏർണിങ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിങ്സ് വെച്ചാണ് നമ്മൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, എന്താണ് ഈ ഏർണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ പ്രിഫറൻസ് ഷെയർസിന് ഒരു ഫിക്സഡ് ഡിവിഡൻഡ് എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പം ഈ കമ്പനീൻ്റെ മൊത്തത്തിലെ ഏർണിങ്സിന് ഒരു പോർഷൻ ഡിവിഡൻഡ് ആയിട്ട് പ്രിഫറൻസ് ഷെയർസ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കണം, ഇൻ കേസ് കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ. പിന്നെ ടാക്സും കൂടി കുറച്ചിട്ട് ബാക്കി എന്താണോ വരുന്നത് അതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഏർണിങ്സ്, പ്രോഫിറ്റ്. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരുടെയും ബാധ്യതയൊക്കെ തീർത്ത് ബാക്കി വരുന്നത് എന്തോ അതാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. അപ്പം ആ മൊത്തം പ്രോഫിറ്റ് ഇല്ലേ, ആ മൊത്തം പ്രോഫിറ്റ് ഓരോ ഷെയറിനും വിരിച്ച് കൊടുക്കുമ്പോൾ എത്രയാണ് വാല്യൂ വരുന്നത്, അതാണ് EPS. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഈ EPS കൊണ്ട് നമുക്ക് എന്താണ് ഗുണം, നമ്മൾ എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ 2 കമ്പനീനെ സെലക്ട് ചെയ്തു. 2 കമ്പനിയും സെയിം സെക്ടറിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു സെയിം സെക്ടറിൽ നിന്ന് 2 കമ്പനി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ബാക്കിയെല്ലാം ഒരുപോലെയാണ്. ഇനി ഈ EPS നോക്കുമ്പോൾ A എന്നുള്ള കമ്പനീൻ്റെ EPS കുറച്ച് കൂടുതലാണ്, B എന്ന് പറയുന്ന കമ്പനീൻ്റെ EPS കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ ഏതാ സെലക്ട് ചെയ്യുക? ഒബ്വിയസ്ലി ഏർണിങ്സ് പെർ ഷെയർ കൂടുതലുള്ള കമ്പനിയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം ഒരു ഷെയറിന് കൂടുതൽ ഏർണിങ്സ്, കൂടുതൽ പ്രോഫിറ്റ്. അപ്പം നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക എന്തായിരിക്കും? കൂടുതൽ പ്രോഫിറ്റ് ഉള്ള കമ്പനീനാണ്. അങ്ങനെ സെലക്ട് ചെയ്യാൻ വരട്ടെ. ഈ ഏർണിങ്സ് പെർ ഷെയർ എങ്ങനെയാണ് കൂടിയത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ എന്താണ് ഈ EPSൻ്റെ ഇക്വേഷൻ? ഞാൻ പറഞ്ഞത് ഏർണിങ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. എല്ലാവർക്കും മാത്സ് അറിയാലോ. ഇവിടെ ന്യൂമറേറ്റർ, അതായത് ഏർണിങ്സ്, ഇത് കൂടുകയാണെങ്കിൽ നമ്മുടെ EPS കൂടും, ഇത് കുറയാണെങ്കിൽ EPS കുറയും. അതുപോലെ തന്നെ ഡിനോമിനേറ്റർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ആണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ. കൂടുമ്പോൾ EPSൻ്റെ വാല്യൂ കുറയുമ്പോൾ ഡിനോമിനേറ്റർ കുറയുമ്പോൾ EPSൻ്റെ വാല്യൂ കൂടും. ഓക്കെ, ഇത് സിമ്പിൾ മാത്സ് ആണ്. ഇനി നമുക്ക് ഈ EPS കൂടുന്നതിൻ്റെ കുറയുന്നതിൻ്റെ 2-3 സിറ്റുവേഷൻസ് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് നോർമൽ കേസ്, അതായത് ഏർണിങ്സ് കൂടുന്നു. ഏർണിങ്സ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂമറേറ്റർ കൂടുന്നു, EPS കൂടും. ഏർണിങ്സ് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, പ്രോഫിറ്റ് കൂടുമ്പോൾ EPS കൂടും, പ്രോഫിറ്റ് കുറയുമ്പോൾ EPS കുറയും. ദാറ്റ് ഇസ് എ നോർമൽ സിറ്റുവേഷൻ. ഇനി
ഈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഇത് കൂടുകയും കുറയും ചെയ്യുമോ? അതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യേണ്ടത്. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോണസ്, അതുപോലെ തന്നെ റൈറ്റ് ഷെയർസ് ഇതൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ കേസസിലൊക്കെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് കൂടും. നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് കൂടിയാൽ എന്താണ്? സ്വാഭാവികമായിട്ടും EPS കുറയും. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ EPS കുറയുമ്പോൾ നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഏർണിങ്സ് അല്ല ഇവിടെ മാറ്റർ. എന്തുകൊണ്ടാണ് EPS കുറയുന്നത്? പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടല്ല, താഴെയുള്ള ഡിനോമിനേറ്റർ അതായത് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിൻ്റെ ചേഞ്ച് കൊണ്ടാണ് EPS ചേഞ്ച് ചെയ്തത്. അതുപോലെ ഈ സ്റ്റോക്ക് കൺസോൾട്ടേഷൻ, അതായത് 2 സ്റ്റോക്കിനെ ഒരു സ്റ്റോക്ക് ആക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബാക്ക് ഷെയർ, കമ്പനി ഷെയർസ് ബൈബാക്ക് ചെയ്യുന്ന സമയത്തും നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് കുറയും. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ EPS കൂടും. കാരണം ഡിനോമിനേറ്റർ അവിടെ കുറയാണ്, അപ്പോൾ EPS കൂടും. അപ്പോൾ അവിടെ എന്താണ്? ഏർണിങ്സ് കൂടിയത് കൊണ്ടല്ല EPS കൂടിയത്, മറിച്ച് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് കുറഞ്ഞത് കൊണ്ടാണ് EPS കൂടിയത്. അപ്പം ഇത് എവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 കമ്പനി സെലക്ട് ചെയ്തു, A and B. ഓക്കെ, അപ്പോൾ 2 കമ്പനീസും സെയിം സെക്ടർ ആയിരിക്കണം. ഓക്കെ, അപ്പം കമ്പനി എൻ്റെ EPS വാല്യൂ ഇപ്പോൾ 10 ആണ്, ബീൻ്റെത് 11 ആണ്. നമുക്ക് കാണുമ്പം ഏതാണ് നല്ലതായി തോന്നുന്നത്? B. അതായത് B ആണ് കുറച്ചും കൂടി ഏർണിങ്സ് കൂടുതൽ തരുന്നത് അല്ലേ? പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിൽ, ഇപ്പോൾ കമ്പനീൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നിന്നാണ് നമുക്ക് EPS വാല്യൂ കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ എന്ന കമ്പനീൻ്റെ EPS വാല്യൂ 8 ആയിരുന്നു, B എന്ന കമ്പനീൻ്റെ EPS വാല്യൂ 5 ആയിരുന്നു. അപ്പം A 8-ൽ നിന്ന് 10ആയി, B 5-ൽ നിന്ന് 11ആയി. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? എന്തുകൊണ്ട് ഇത് കൂടി? B എന്ന കമ്പനീൻ്റെ കേസിൽ ഷെയർ കൺസോൾട്ടേഷൻ നടന്നു, അതായത് 2 ഷെയർസ് ഒരു ഷെയറായി മാറി. അപ്പോൾ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് കുറഞ്ഞു. അങ്ങനെയാണ് B എന്ന കമ്പനീൻ്റെ EPS 5-ൽ നിന്ന് 11 ആയത്. A എന്നുള്ള കമ്പനീൻ്റെ ഏർണിങ്സ് കൂടിയിട്ടാണ് 8-ൽ നിന്നും 10 ആയത്. അപ്പം ശരിക്കും ഏതാണ് നല്ല കമ്പനി? A ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ EPS നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഡൈല്യൂട്ടഡ് EPS എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഡൈല്യൂട്ടഡ് EPS ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ EPSനെക്കാളും നമ്മൾ നോക്കേണ്ടത്. കാരണം ചില കമ്പനീസ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂ ചെയ്യും. അതായത് ഈ പ്രിഫറൻസ് ഷെയർസിനൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇക്വിറ്റി ഷെയർസ് ആക്കി മാറ്റാം. അങ്ങനെ മാറ്റിയാലുള്ള EPS വാല്യൂ ആണ് ഈ ഡൈല്യൂട്ടഡ് EPS വാല്യൂവിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ആ EPS വാല്യൂ നോർമൽ EPSനെക്കാളും കുറവായിരിക്കും. കാരണം കൺവേർട്ട് ചെയ്യുകയാണ്. കൺവേർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഡിനോമിനേറ്റർ കൂടും അല്ല, ഇപ്പോൾ ഉള്ള ഷെയർസിനെക്കാളും കുറച്ച് കൂടുതലായിരിക്കും കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. എപ്പോഴും ഈ ഡൈല്യൂട്ടഡ് EPS നിങ്ങൾ വാല്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൈല്യൂട്ടഡ് EPS എപ്പോഴും നോർമൽ EPSനെക്കാളും കുറവായിരിക്കും. ഈ ഡൈല്യൂട്ടഡ് EPS ആണ് കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ളൊരു ഡാറ്റ തരുന്നത്. കാരണം എപ്പോൾ വേണമെങ്കിലും ഈ കൺവേർട്ടിബിൾ ഷെയർസ് കൺവേർട്ട് ചെയ്യപ്പെടാം അല്ലേ? ഡൈല്യൂട്ടഡ് EPS വാല്യൂ അവൈലബിൾ ആണെങ്കിൽ അത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫിനാൻഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ EPSൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EPS ഏർണിങ്സ് പെർ ഷെയർ എന്നത് ഏർണിങ്സ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ഷെയർസ്. ഇതിൽ ഏർണിങ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് ഡിവിഡൻഡ് ആണ്. പിന്നെ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റൊക്കെ കമ്പനിക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. EPSൻ്റെ ഫോർമുലയിൽ പ്രോഫിറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ EPS മാത്രം കൺസിഡർ ചെയ്ത് ഒരിക്കലും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യരുത്. പക്ഷേ EPSും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതാണ് EPS ഏർണിങ്സ് പെർ ഷെയർ. ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് നെക്സ്റ്റ് എപ്പിസോഡ്സിൽ കാണാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.